കേരള സ്റ്റോറി 2 സിനിമ റിലീസ് ഹൈക്കോടതി തടഞ്ഞു. 15 ദിവസത്തേക്ക് റിലീസ് പാടില്ല. സെൻസർ ബോർഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനുമതി നൽകിയെന്ന് കോടതി വിമർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. നാളെ ഈ ചിത്രം റിലീസ് ചെയ്യാനാവില്ല. ഈ സിനിമയുടെ റിലീസ് തൽക്കാലം തടഞ്ഞുകൊണ്ട് കോടതി എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രധാനമായും ഹർജിക്കാരനായ ശ്രീദേവ് നമ്പൂതിരിയുടെ വാദങ്ങൾ ഏതാണ്ട് അത് ശരിയെന്ന് വയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള ഒരു സാധ്യത കോടതി കാണുന്നു. അതായത് കേരള സ്റ്റോറി എന്ന പേരിൽ, അത് കേരളത്തിന്റെ മാത്രം ഒരു കഥ എന്ന പേരിൽ ഒരു രണ്ടാം ഭാഗം ഇറക്കുന്നു. മുൻപ് സുപ്രീം കോടതി ഒരു ഹർജി പരിഗണിച്ചപ്പോൾ വളരെ വ്യക്തമായ നിർദ്ദേശമുണ്ട്. ഒരേ തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ തുടരെ സിനിമ അല്ലെങ്കിൽ ഇതുപോലത്തെ കലാരൂപങ്ങൾ ഇറക്കരുത്, അത് സൂക്ഷിക്കേണ്ട കാര്യമാണെന്ന്. ഇതെല്ലാം വിലയിരുത്തിയാണ് ഹൈക്കോടതി ഈ കാര്യത്തിൽ 15 ദിവസത്തേക്ക് റിലീസ് തടഞ്ഞത്. മറ്റൊന്ന്, ഇവർക്ക് ഈ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൽ കേന്ദ്ര മന്ത്രാലയത്തിലെ ബ്രോഡ്കാസ്റ്റിംഗ് വിഭാഗത്തെ ഒന്നുകൂടി സമീപിക്കാം. ഇതൊരു പുനഃപരിശോധന നടത്താനുള്ള അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ പുനഃപരിശോധന നടത്തി റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 15 ദിവസത്തേക്ക് ഇതിന്റെ റിലീസ് തടഞ്ഞിരിക്കുകയാണ്. പ്രഥമ ദൃഷ്ട്യാ ഹർജിക്കാർ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടെന്ന് ഹൈക്കോടതി കണ്ടെത്തി. ഇപ്പോൾ ഈ സിനിമയുടെ ഉള്ളടക്കം അത് കോടതി നേരിട്ട് കണ്ട് വിലയിരുത്താം എന്ന് കോടതി നിർദ്ദേശിച്ചപ്പോൾ അത് നിർമ്മാതാക്കൾക്ക് സമ്മതമല്ലായിരുന്നു. അതിനുശേഷം എത്രയും വേഗം വാദം കേൾക്കണമെന്ന് ഇന്ന് രാവിലെ പറഞ്ഞെങ്കിലും കോടതി അത് 2 മണിക്ക് കേൾക്കാമെന്നായി. 2 മണിക്ക് വാദം കേട്ട ശേഷമാണ് ഇപ്പോൾ വളരെ രൂക്ഷമായ പരാമർശങ്ങളിൽ തന്നെ, കാരണം മതസ്പർദ്ധ വളർത്തുന്ന ഒരു കണ്ടന്റ് ഇതിനകത്ത് ഉണ്ട്, ഈ സിനിമയിലുണ്ട്. ഈ രീതിയിൽ വിഷയം വളച്ചൊടിച്ച് ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒരു സിനിമയാണെങ്കിലും എന്ത് രൂപത്തിലുള്ള ഇതാണെങ്കിലും പുറത്തിറക്കാൻ പാടില്ല. അത് മാത്രമല്ല, സെൻസർ ബോർഡിനെയും വിമർശിച്ചിട്ടുണ്ട്. സെൻസർ ബോർഡ് ഇത് വിലയിരുത്തിയത് ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണെന്നുള്ളത് ഒരു UA സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ ഇതിനു മുൻപ് സെൻസർ ബോർഡിന്റെ മറ്റു പല സിനിമകളിലും എടുത്ത സമീപനമല്ല ഈ സിനിമയിൽ സെൻസർ ബോർഡ് കാണിച്ചിട്ടുള്ളതെന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒരു UA സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ ചില ഭാഗങ്ങൾ യാതൊരു തരത്തിലും സെൻസർ ചെയ്യാതെ അതേപടി സിനിമ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയായിരുന്നു. അത് ഏത് മാനദണ്ഡവും പ്രയോഗിച്ചാണ്. അതുകൊണ്ടാണ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തോട് തന്നെ ഇതിൽ ഇടപെടണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു ചിന്തനം നടത്തണമെങ്കിൽ അതിനൊരു അവസരവും കൂടി നൽകിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ 15 ദിവസത്തേക്ക് ഈ സിനിമ നിരോധിച്ചത്. 15 ദിവസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിന്റെയും പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെയും ഒരു മറുപടി കോടതി പ്രതീക്ഷിക്കുന്നുണ്ട്.